+2 എക്സാമിന് മാർക്ക് കുറഞ്ഞൊരു വിദ്യാർത്ഥിക്ക് നീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ +2 മാർക്ക് കുറവാണ്, എനിക്ക് നീറ്റ് എത്തിപ്പെടാൻ പറ്റുമോ? നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ ചുറ്റുപാടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡോപ്പ് അടക്കമുള്ള നീറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തടക്കം നമ്മൾ ചോദിക്കാറുള്ളതാണ്, +2ന് എത്ര മാർക്ക് കിട്ടി, ഈ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അവർക്കുള്ള സ്കോളർഷിപ്പ് ബാക്കി കാര്യങ്ങളും അവർ മേളിലും കൂടുതൽ ഹോപ്പ് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? നീറ്റ് എന്നുള്ളത് +2 മാർക്ക് കൂടിയവർക്ക് മാത്രം കിട്ടുന്നതാണോ, അല്ലെങ്കിൽ +2 മാർക്ക് കുറഞ്ഞത് കാരണം എനിക്ക് നീറ്റ് കിട്ടൂല എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്കതിനെ 2 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് +2ൽ അവർക്ക് കിട്ടിയ മാർക്ക്, +2ൻ്റെ സമയത്ത് വളരെ നന്നായി അധ്വാനിച്ചത് കൊണ്ട് മാത്രം കിട്ടിയ മാർക്കാണ് +2ൽ നല്ല ഉയർന്ന സ്കോർ എന്നുള്ളത്. അപ്പോൾ ഈ സ്കോർ നീറ്റ് എങ്ങനെ ബന്ധപ്പെടും? നീറ്റ് അതിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവർക്ക് നന്നായിട്ട് അധ്വാനിക്കാൻ അറിയാം, അല്ലെങ്കിൽ നന്നായി എഫേർട്ട് ഇടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സീല് മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് നിങ്ങളെ +2ലെ സ്കോർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ +2ൽ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ +1 +2 സമയത്ത് നിങ്ങൾ നന്നായി അധ്വാനിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു, സെയിം ഒരു അധ്വാനം നിങ്ങൾ നീറ്റിലും അധ്വാനിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള കാര്യം. +2ൽ നല്ല മാർക്കുള്ള ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ സമയത്ത് അധ്വാനിച്ചിരുന്നു, നിങ്ങൾക്ക് വേറൊരു അഡ്വാൻറ്റേജും ഇല്ല, നിങ്ങൾ രണ്ടാമത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് കിട്ടാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നീറ്റിന് എങ്ങനെയാണ് സ്കോർ കിട്ടുന്നത്. നീറ്റിലെ സ്കോർ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെയാണ്. നീറ്റിൽ ലാസ്റ്റ് 1 ഇയർ, അതായത് നീറ്റ് എഴുതുന്നതിൻ്റെ മുന്നുള്ള ഒരു വർഷം നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ 2-3 വർഷം മുന്നേ ജിമ്മ് പോയതിൻ്റെ മസിൽ ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത് പോലെ തന്നെ നിങ്ങൾ എന്നോ പഠിച്ചതിൻ്റെ +1 +2 പഠിച്ചതിൻ്റെ മാർക്കൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നീറ്റിന് നിങ്ങൾക്ക് സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2ൽ എന്ത് സ്കോർ വാങ്ങിച്ച ആളുകളാണെങ്കിലും ലാസ്റ്റ് 1 ഇയർ നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ നീറ്റ് +2ൽ നല്ല മാർക്ക് വാങ്ങിച്ച ആളുകളാണെങ്കിൽ നല്ല വർക്ക് ചെയ്യാൻ വില്ലിംഗ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന് മാത്രമാണ് അതിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി +2ന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ നിങ്ങൾക്ക് ഉണ്ട്, അതായത് ഉഴപ്പിയതല്ല എന്നുള്ള ഒരു റീസൺസ് ഉണ്ട്. ഈവൻ നിങ്ങൾ ഉഴപ്പിയതാണ് എന്നുണ്ടെങ്കിലും ഈ സമയത്ത് പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നീറ്റിൽ ഏത് ലെവൽ സ്കോറും എത്തിക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഡൽഹിയിൽ ഫായിസ് എടുത്ത ഇൻ്റർവ്യൂ. ഒന്നും വേണ്ട, എൻ്റെ MBBS പഠിക്കുന്ന എൻ്റെ റൂംമേറ്റ് +2 മാത്തമാറ്റിക്സ് തോറ്റൊരു വിദ്യാർത്ഥിയായിരുന്നു. ആ ആളാണ് ഇപ്പം മിംസിലെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഈ ഒരു +2 മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി നീറ്റ് എഴുതിയപ്പം കിട്ടി എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവലിലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് എയിംസിലേക്ക് എത്താനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്, പ്രൊവൈഡഡ് ഈ ഒരു വർഷത്തെ വർക്ക് കൊണ്ട് നിങ്ങൾക്ക് ഏത് ലെവലും എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ വർക്ക് നന്നായിട്ട് ഉഷാറാക്കുക. എൻ്റെ +2 മാർക്ക് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന് നിങ്ങൾ സമയം കളയാണ്ടിരിക്കുക. ഈ ഒരു വർഷത്തെ വർക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ മാർക്ക് എന്ന് മനസ്സിലാക്കുക. അത് നല്ല മാർക്ക് ഉള്ളവരാണെങ്കിൽ അതിനും കോൺഫിഡൻസ് കാണിക്കാൻ പറ്റില്ല, മാർക്ക് കുറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ഉള്ള നിരാശ ഉണ്ടാകാൻ പാടില്ല. ഈ വർഷം വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു.